നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു വിദേശ രാജ്യത്ത് ചെല്ലണം, ദൈവജനമാണ് നമ്മൾ, തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനമാണ്. പിന്നീട് ധൈര്യമുള്ള ഒരാളെ കൈക്കൊള്ളുള്ളതെന്ന് തോന്നുന്നു. ദൈവജനമാണ്, വളരെ ശരിയാണ്. കേട്ടില്ലേ? ധൈര്യമുള്ളവരൊക്കെ പറഞ്ഞു. അത് രണ്ടും ഒന്ന് തന്നെ. ദൈവജനവും ദൈവമക്കളും ക്രിസ്തു ശിഷ്യന്മാരാണ്. അല്ലെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു ശിഷ്യന്മാരാണ്. ലസ്ലിയത്തിന് അത്രയൊരു ബോധമുണ്ട്, ക്രിസ്തു ശിഷ്യനാണ്. ഞാൻ വളരെ ആഴവും ഗഹനവുമേറിയ വലിയ ദൈവശാസ്ത്ര ചിന്തകൾ അനേകം അടങ്ങിയ ഒരു വലിയ പുസ്തകത്തിൽ അതിനേക്കാൾ എല്ലാം എന്നെ ആകർഷിച്ച ഒരു നുറുങ്ങ് കഥയുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഒരു കുഞ്ഞു കഥയുണ്ട്. ഒരു രാജ്യം, ആ രാജ്യത്തിനൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് വിവാഹിതനായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെല്ലാം തീരെ ചെറിയ കുട്ടികളായിരുന്നു. ഇളയ കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു, കൈക്കുഞ്ഞുമായിരുന്നു. കൈക്കുഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, മുട്ടയിൽ അങ്ങോട്ട് വിരിഞ്ഞ് വരും. അയൽ രാജ്യക്കാരെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നേരെ വന്ന് കൊട്ടാരം ആക്രമിച്ചു. രാജാവിനെ കൊന്നു, രാജ്ഞിയെ കൊന്നു. കൊട്ടാരത്തിലെ ജോലിക്കാര് കിട്ടിയവർ കിട്ടിയ കുട്ടികളുമായി ഓടി രക്ഷപ്പെട്ടു. മിടുക്കന്മാരായ ജോലിക്കാര് മിടുക്കരായ കുട്ടികളെ കൊണ്ട് സ്ഥലം വിട്ടു. സാധുവായ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, വലിയ കഴിവൊന്നുമില്ല. അയാൾക്കാണ് ഈ ഇളയ കുട്ടി അവശേഷിക്കപ്പെട്ടത്. അതിന്റെ രണ്ട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പെൺകുഞ്ഞായിരുന്നു. രണ്ട്, കൈക്കുഞ്ഞ്. അതുകൊണ്ട് അതിനെ ആർക്കും വേണ്ട, വലിയ ഡിമാൻഡിങ് ഒന്നുമല്ല. കിട്ടിയതാകട്ടെ എന്ന് കണ്ട് ഈ സാധുവായ ജോലിക്കാരൻ ഇതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ എന്ന് കണ്ട് ഈ കൈക്കുഞ്ഞുമായിട്ട് ഓടിപ്പോയി. പോകുന്ന വഴിയിൽ ഒരു കൃഷിക്കാരനെ കണ്ടു. കൃഷിക്കാരൻ ചോദിച്ചു, കുട്ടിക്ക് വല്ല അസുഖമാണോ? ഡോക്ടറെ കാണാൻ പോകും. ജോലിക്കാരൻ പറഞ്ഞു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അറിഞ്ഞില്ലേ? ഇല്ലല്ലോ. കൊട്ടാരം ആക്രമിക്കപ്പെട്ടു, രാജാവും രാജ്ഞിയും കൊല്ലപ്പെട്ടു. ഞങ്ങൾ കൊട്ടാരം ജോലിക്കാർ കിട്ടിയ കുട്ടികളുമായി ഓടി രക്ഷപ്പെടുക. എനിക്ക് വളർത്താൻ നിവൃത്തിയൊന്നും ഉണ്ടായിട്ടല്ല, എങ്ങനെയും ഈ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ എന്ന് കണ്ട് ഞാൻ ഓടുക. ഉടനെ കൃഷിക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടിയെ വളർത്താൻ പറ്റില്ലെങ്കിൽ കുട്ടിയെ എനിക്ക് തന്നേക്ക്, ഞാൻ വളർത്തിക്കൊള്ളാം. എനിക്കിപ്പോൾ തന്നെ 6 കുട്ടികളുണ്ട്, അതിൻ്റെ കൂടെ ഒന്നുകൂടി ആയിക്കൊള്ളും. കേട്ട പാതിയും കേൾക്കാത്ത പാതിയും ജോലിക്കാരൻ കുട്ടിയെ കൃഷിക്കാരന് കൊടുത്തു. കൃഷിക്കാരൻ വളരെ സന്തോഷത്തോടു കൂടി കുട്ടിയെ കൊണ്ട് വീട്ടിൽ പോയി. മറ്റു കുട്ടികളുടെ കൂടെ ഈ കുട്ടിയും വളർന്നു. കൃഷിക്കാരന്റെ വീട്ടിൽ ഒരു പതിവുണ്ട്. കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കൂടെ കൃഷിക്ക് പോകുന്ന പതിവ് എൻ്റെ കൊച്ചുനാളിൽ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അല്പസ്വല്പം വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കൂടെ കൃഷിക്ക് പോകും. ഇന്നിപ്പം കൃഷി എന്നൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുമോ? കുഞ്ഞുങ്ങളോട് എല്ലാവരുടെയും പേരാണോ എന്ന് അവർ തിരിച്ചു ചോദിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി. ഞാൻ ഈ പള്ളികളിൽ സന്ദർശിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, മക്കളെ, ഒരു ചെടിയെങ്കിലും സ്വന്തമായിട്ടുള്ളവരുണ്ടോ? ഒന്നും ഒരു മുറിയൊക്കെ കൈവെക്കും. സ്ഥലമുണ്ടെങ്കിലും ഒരു ചെടി വെക്കട്ടെ. ഇത് നമ്മുടെ സ്വഭാവത്തെ, കൃഷി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വഭാവത്തെ കൂടെ രൂപീകരിക്കുന്നതാണ്.
ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഈ ആദ്യം തടത്തിൽ കപ്പത്തണ്ടിടാനായിരുന്നു കിട്ടിയ ജോലി. പിന്നെ അത് ഇച്ചിരി വളർന്നപ്പോൾ കുഴിച്ചു വെക്കാനായിരുന്നു കിട്ടിയ ജോലി. ഞാനിത് കുഴിച്ചു വെച്ചു. പിറ്റേ ദിവസം ഞാൻ ചെന്നത് പൊക്കി നോക്കും, ഇതിന് വേണ്ടി വലിയ കേൾക്കുന്നുണ്ടോ. അപ്പൊ പറയും, എടാ പണ്ടാരി, അതല്ല എന്നെ വീട്ടിൽ വിളിച്ചിരുന്നത് വേറെ പേരുണ്ട്, സ്നേഹം കൂടുമ്പോൾ ഇതുപോലല്ല. ഇതിനെ വേര് കേൾക്കണമെങ്കിൽ നീ ക്ഷമയോടെ കാത്തിരിക്കണം. എങ്കിലേ അതിന് വേര് കേൾക്കുമ്പോൾ ക്ഷമയോടെ ഇരിക്കണം, കാത്തിരിക്കണം. പേഷ്യൻസ് ആൻഡ് ടോളറൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളൊക്കെ പഠിച്ചത് ഡിക്ഷണറി നോക്കിയല്ല, കൃഷി ചെയ്തും മാതാപിതാക്കളുടെ കൂടെ ഓരോ കാര്യത്തിലും. പക്ഷെ ഇന്നത് നമുക്ക് നഷ്ടമായി. അതിന്റെ ഗൗരവാവസ്ഥ നമ്മൾ അറിയുന്നുണ്ടോ? അധികം കാലമായില്ല, വിവാഹിതരായ 2 ദമ്പതികൾ, 2 ഡോക്ടേഴ്സാണ്, 2 മെഡിക്കാരൻ, ഭർത്താവ് വേണ്ടി ഭാര്യ വേണ്ടി. കല്യാണം കഴിഞ്ഞു ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അവരുടെ ഈ ഡോക്ടേഴ്സ് ക്ലബിൽ അവർക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഇവരും പോയി. അവൾ ആരോ പറഞ്ഞിട്ട്, നിന്റെ ഭാര്യയുടെ മുടി നല്ല മുടിയാണല്ലോ, നല്ല അഴകുള്ള മുടിയാണല്ലോ. ഇവനൊന്നും വേണ്ടിയില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്ന് കിടന്നു. ഭാര്യ ഉറങ്ങിയപ്പോൾ ഒരു കത്രി എടുത്ത് അവിടെ മുടി മുഴുവൻ മുറിച്ച് ദൂരെ. രാവിലെ പെൺകൊച്ചോളന്ന് നടന്നെത്തിയപ്പോൾ ഒന്നുമില്ല. കണ്ണാടി ചെന്ന് നോക്കിയപ്പോൾ മുടിയില്ല. അവൾ ഉടനെ തുണിയും വാരി കെട്ടി പെട്ടിയും മടക്കി വീട്ടിൽ പോയി. ഞാൻ വരെ ഇടപെട്ടിട്ട് അതൊന്ന് കോംപ്രമൈസ് എത്തിക്കാൻ പറ്റിയില്ല. ഹൈക്കോടതിയിൽ കേസായിരുന്നു, വിധി എന്തായി ഞാൻ തിരക്കിനില്ല. അല്പം ഒരു ക്ഷമയും അല്പം ഒരു സഹനത്തിന്റെ ആത്മാവും, പേഷ്യൻസ് ആൻഡ് ടോളറൻസ് എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. പോകട്ടെ. കൃഷിക്കാരൻ കുട്ടിയെ കൊണ്ട് വീട്ടിൽ പോയി. കുട്ടി മുതിർന്നപ്പോൾ കൃഷിക്കാരൻ്റെ കൂടെ കൃഷിക്ക് പോകുന്ന പതിവാണ്. ഒരു ദിവസം ശ്രദ്ധിച്ചിരിക്കുന്നു, ഒരു ദിവസം വനത്തിൽ നിന്ന് ഒരു വല്യമ്മ ഇറങ്ങി വന്നിട്ട് ഈ കുട്ടിയോട് മാത്രം, ഈ കുട്ടി ഈ മെയിൽ ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്നവരാണോ ഈ കുട്ടി എന്ന് പറയുന്നത്? ആണോ? അല്ല. പിന്നെ ഈ കുട്ടി എന്ന് പറയുന്നത് ഏതാ? ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ കുട്ടിയോട് മാത്രം ചോദിച്ചു, കുഞ്ഞെ, നീ ആരാണെന്ന് നിനക്ക് അറിയാം? കഥ ഇംഗ്ലീഷിലായിരുന്നു. കുട്ടി പറഞ്ഞു, അറിയോ? എനിക്കറിയാം. വല്യമ്മ പറഞ്ഞു, എന്നാ പറ കുഞ്ഞെ, നീ ആര്? കുട്ടി എന്ത് മറുപടി പറഞ്ഞു കാണും? ഇപ്പോഴേക്കാർക്ക് മോളെ ഉണ്ടോന്നുള്ളത് ഇപ്പൊ അറിയാം, ഇല്ലെന്നുള്ളത് പണ്ടേ എനിക്കറിയാം. കുട്ടി എന്ത് മറുപടി പറഞ്ഞു കാണും? മോളെ കേട്ടോ, നല്ല മോളെ. കുട്ടി പറഞ്ഞു, ഞാന് ഒരു കൃഷിക്കാരന്റെ മകള, ഉരുളക്കിഴങ്ങ് നടുന്നവളും. ചെയ്യുന്ന ജോലി പറയാൻ അവർക്ക് ഒരു മടിയില്ല. വല്യമ്മ തിരിച്ച്, അല്ല മോളെ, അല്ല, നീ കൃഷിക്കാരന്റെ മകളല്ല, നീ ഒരു രാജാവിന്റെ മകളാണ്. മനസ്സിലായോ? നിങ്ങളോടല്ല, വല്യമ്മ കുട്ടിയോടായിരുന്നു. കുട്ടി പറഞ്ഞു, മനസ്സിലായി. എന്ത് മനസ്സിലായി? കുട്ടി പറഞ്ഞു, ഞാനൊരു രാജാവിന്റെ മകൾ. തീർന്നില്ല, പക്ഷേ ഉരുളക്കിഴങ്ങ് നടുന്നവളാണ്. അവളെ കൊണ്ട് അത്രയും പറയിപ്പിച്ച് കഴിഞ്ഞ് വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന വല്യമ്മ വന്നതുപോലെ തിരികെ പോയി. ബാക്കി കഥ എഴുതിയ ആള് 4 വാചകങ്ങൾ കൂടി എഴുതി കഥ ഉപസംഹരിക്കുന്നു. ഇംഗ്ലീഷിലായിരുന്നു. നിങ്ങളത് മലയാളത്തിൽ പറഞ്ഞു. കുട്ടികൾ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം അല്ലേ? അല്ലേ? ഇപ്പൊ മലയാളം മീഡിയം ഇല്ലല്ലോ. വിടുന്നതിന് വല്ല ഗുണവും ഉണ്ടെന്നുള്ളത് ഇപ്പം. She continued the work, but with a different spirit. അതാ പറയുന്നു. She continued the work, but with a different spirit. ഒരു കെട്ടി വിടുന്നതിന് നല്ല ഗുണമുണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു.
പറയുന്നുണ്ടോ ഉത്തരം? അവൾ ജോലി തുടർന്നു. വിത്ത് എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. വേറൊരു ആത്മാവ് വെറുതെ വിടുക. അടുത്ത വാചകം, she began to see everything differently. അവളെല്ലാം വ്യത്യസ്തമായിട്ട് കാണാൻ തുടങ്ങി. 3, she began to think everything differently. അവളെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. അവസാനത്തെ വാചകം